സുധീഷിന് വയസ്സ് 29. കാണാൻ വെളുത്ത് സുന്ദരനായ പയ്യൻ. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവന് ഗേൾ ഫ്രണ്ട്സുമില്ല. ടൗണിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് സുധീഷ് ജോലി ചെയ്യുന്നത്. അവൻ്റെ വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ. പേര് അമ്മിണി. അച്ഛൻ പണ്ടേ മരണപ്പെട്ടു. പിന്നെ ഒരു ചേച്ചിയുണ്ട്. പേര് സരിത. അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഡൽഹിയിലാണ് താമസം. വല്ലപ്പോഴും നാട്ടിലേക്ക് വരും. സരിത കാണാൻ ഇരുനിറമായിരുന്നെങ്കിലും നല്ല ചരക്ക് സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടാണ് ഡൽഹിയിലെ വലിയ ബിസിനസ്മാനായ ഗോവിന്ദ് അവളെ കല്യാണം കഴിച്ചത്. നാട്ടിൽ ബിസിനസ് മീറ്റിങ്ങിന് വന്നപ്പോഴാണ് സരിതയെ കാണുന്നതും പരിചയപ്പെട്ടതുമെല്ലാം. ഗോവിന്ദ് നല്ല പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നിലവിൽ ഒരു കാമുകനുണ്ടായിരുന്ന സരിത അവനെയും തേച്ച് മറുകണ്ഠം ചാടി. പിന്നെ കല്യാണമൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്തായാലും സരിത ചേച്ചി പോയതോടെ സുധീഷിനെ വീട്ടിൽ ആകെ ബോറായി തോന്നി. അവൻ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് തിരികെ വരുമ്പോൾ അമ്മ ടി വിയിൽ സീരിയലും കണ്ടുകൊണ്ടിരിപ്പായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ പുതിയ താമസക്കാർ വന്നത്. സുധീഷ് പുതിയ അയൽവാസികളെ ജനാലയിൽ കൂടി നോക്കി. ഏകദേശം ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ചേച്ചിയും അവരുടെ മോനും. പിന്നെ ആ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടിട്ട് വലിയ പ്രായമൊന്നുമില്ല, കഷണ്ടിയും കുടവാറൊന്നുമില്ല. ഒരു 45 വയസ്സൊക്കെ തോന്നിക്കുന്നുള്ളൂ. പിന്നെ ചേച്ചിയുടെ വേഷം സാരിയായിരുന്നു, രാത്രിയിൽ നൈറ്റിയും. കാണാൻ വെളുത്ത സുന്ദരി തന്നെയാണ്. അധികം പ്രായമൊന്നും തോന്നിക്കുന്നില്ല. എന്തായാലും നല്ല ഒന്നാം തരം ചരക്ക് തന്നെ, അവൻ ചിന്തിച്ചു. പിറ്റേന്ന് തന്നെ സുധീഷിൻ്റെ അമ്മ അവരുമായി നല്ല കമ്പനിയായി. അവൻ ബാഗുമെടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങവേ അമ്മയും ആ ചേച്ചിയും അവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആഹാ, അമ്മ ഇത്ര പെട്ടെന്ന് ഈ ചേച്ചിയുമായി കൂട്ടായോ? സംസാരപ്രിയായ അമ്മ ഈ ചേച്ചിയുമായി കൂട്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ, അവൻ ചിന്തിച്ചു. അവനെ കണ്ടതും ചേച്ചി ചിരിച്ചു. ഇതെൻ്റെ മോനാട്ടോ സുധീഷ്. മോനെ, ഇത് വാസന്തി. അമ്മ അവരെ പരസ്പരം പരിചയപ്പെടുത്തി. അവൻ ചേച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ചേച്ചിയുടെ ഭർത്താവ് എന്താ ചെയ്യുന്നേ? അദ്ദേഹം ബിസിനസ്സാണ്. ഈ സാധനങ്ങളൊക്കെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ചെയ്യുന്ന പരിപാടി. ഓ, അതാണോ? ശരി ചേച്ചി. മോൻ എന്ത് ചെയ്യുക? ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ചേച്ചി. ആണോ? ശരി മോനെ. ശരി ചേച്ചി. അമ്മേ, ഞാൻ ഇറങ്ങുവാട്ടോ. അങ്ങനെ അവൻ പോയി. എന്ത് നല്ല ചേച്ചി, എൻ്റെ ചേച്ചിയെപ്പോലെ തന്നെയുണ്ട് ആ സംസാരമൊക്കെ, അവൻ ചിന്തിച്ചു. അങ്ങനെ വാസന്തി ചേച്ചി ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് വരാനും സംസാരിക്കാനുമൊക്കെ തുടങ്ങി. താൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇരിക്കുന്ന അമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ ഒരാളായല്ലോ എന്നോർത്ത് സുധീഷ് സന്തോഷിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി. സുധീഷും ഇടയ്ക്കിടെ ചേച്ചിയുമായി സംസാരിച്ച് നല്ല കമ്പനിയായി. അങ്ങനെ ഇരിക്കെ ചേച്ചിക്ക് എന്തോ വിഷമമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവൻ ചേച്ചിയെക്കുറിച്ച് ചിന്തിക്കാനും നിരീക്ഷിക്കാനുമൊക്കെ തുടങ്ങി. സുന്ദരിയായ ചേച്ചി ഭർത്താവുമായി അത്ര അടുപ്പമില്ലെന്ന് അവന് മനസ്സിലായി. ഒരിക്കൽ സുധീഷ് ഓഫീസിൽ പോകാനായി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ചേച്ചി അല്പം ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ബസ് കാത്തു നിൽക്കുന്നവരുടെ നോട്ടം ചേച്ചിയായിരുന്നു. രാഘവ, ഇതേതാ പുതിയ സാധനം? അവിടെ വായി നോക്കിയിരിക്കുന്ന ഒരമ്മാവൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നത് സുധീഷ് കേട്ടു. ഓ, അതോ, അതിവിടെ പുതിയതായി താമസിക്കാൻ വന്ന ചേച്ചിയാ, അയാൾ മറ്റേ ആളോട് മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ചു പോയി. അപ്പോൾ അവർ സുധീഷിനെ കണ്ടിരുന്നില്ല. അങ്ങനെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കുളി കഴിഞ്ഞ് സുധീഷും അമ്മയും ഭക്ഷണം കഴിക്കാനിരുന്നു. അവർ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അമ്മ ചേച്ചിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മേ, ആ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത്? അമ്മ സംശയത്തോടെ അവനെ നോക്കി. അത് അമ്മേ, ചേച്ചിക്ക് മനസ്സിൽ എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നി. ആരോടും പറയാതെ മറച്ചു വെക്കുന്നതായിരിക്കാം, അതെനിക്ക് ഉറപ്പാ. അപ്പോൾ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അമ്മ പറഞ്ഞു, അതേ മോനെ, അവൾക്ക് ചെറിയ വിഷമമുണ്ട്. അവളുടെ ഭർത്താവ് അവളോട് അടുപ്പം കാണിക്കാറില്ല. അവളുടെ ഭർത്താവിന് എപ്പോഴും ജോലി തിരക്കാണത്രേ. അവളോടിപ്പോൾ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞായിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ ഓരോ വിഷമങ്ങൾ പറഞ്ഞ് കരയുമ്പോൾ ഞാൻ അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടും. അതൊക്കെ കേട്ട് സുധീഷിന് വിഷമം തോന്നി. ഓഹോ, അപ്പോൾ വെറുതെയല്ല ചേച്ചിയുടെ മുഖത്തും സംസാരത്തിലും എപ്പോഴും ഒരു വിഷാദഭാവം, അവൻ ചിന്തിച്ചു.
അങ്ങനെ ഇരിക്കെ പിറ്റേന്ന് അവൻ ഓഫീസിലേക്ക് പോകാനിറങ്ങിയപ്പോൾ വെറുതെ ചേച്ചിയുടെ വീട്ടിലേക്ക് നോക്കി. അപ്പോൾ ചേച്ചി സിറ്റ് ഔട്ടിലിരിക്കുന്നതാണ് അവൻ കണ്ടത്. ഹലോ ചേച്ചി, ഗുഡ് മോർണിംഗ്, അവൻ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ കണ്ടതും ചേച്ചി മുഖത്ത് ചിരി പരത്തി കാണിച്ചു. പിന്നെ കൈകൊണ്ട് കണ്ണ് തുടക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അവൻ അവിടെ നിന്നു. അവന് വിഷമം തോന്നി. എന്ത് പറ്റി ചേച്ചി, അവൻ ഉറക്കെ ചോദിച്ചു. ഒന്നുമില്ല എന്ന ഭാവത്തിൽ ചേച്ചി തലയാട്ടി. എങ്കിലും അവൻ നേരെ അങ്ങോട്ട് ചെന്നു. എന്താ ചേച്ചി, എന്ത് പറ്റി, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അതും ചോദിച്ച് അവനും ചേച്ചിയുടെ കൂടെ സിറ്റ് ഔട്ടിലിരുന്നു. എടാ മോനെ, നിനക്ക് ഓഫീസിൽ പോകണ്ടേ, ലേറ്റ് ആവില്ലേ? ചേച്ചി അവനെ നോക്കി ചോദിച്ചു. ഓഫീസൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി, ലേറ്റ് ആയാൽ എന്താ? ഒന്നുമില്ല ചേച്ചി, പറ, എന്താ ചേച്ചിയുടെ വിഷമം? പിന്നെ ഇനിയും ഒന്നും മറച്ചു വെക്കാൻ നോക്കണ്ട കേട്ടോ. എന്നോട് അമ്മ എല്ലാം പറഞ്ഞിരുന്നു, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ. അത് കേട്ടതും ചേച്ചി വിഷമത്തോടെ മുഖം താഴ്ത്തി. എന്നെ സ്വന്തം അനിയനായിട്ട് കണ്ടോളൂ ചേച്ചി, എന്നോട് എന്ത് വേണമെങ്കിലും പറയാട്ടോ, നോ പ്രോബ്ലം, അവൻ ഒരു ചിരിയാലെ ചേച്ചി നോക്കി പറഞ്ഞു. മോനെ, എൻ്റെയും ചേട്ടൻ്റെയും പ്രണയ വിവാഹമായിരുന്നു. അന്ന് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധത്തോട് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ കരുതിയിരുന്നത് അത് ചേട്ടൻ അന്നത്തെക്കാലം ഇച്ചിരി പാവപ്പെട്ട വീട്ടിലേതായത് കൊണ്ടാവും അവർ അങ്ങനെ പറയുന്നത് എന്നാണ്. പക്ഷേ അച്ഛൻ അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, മോളെ, പണം നോക്കിയിട്ടല്ല, അവൻ്റെ സ്വഭാവം ഇച്ചിരി ഗൗരവം പോലെയാണ്, കലിപ്പനെ പോലെയാണ് എന്നൊക്കെ. പക്ഷേ ഞാൻ അച്ഛൻ പറഞ്ഞതിനോട് വിശ്വസിച്ചില്ല. മാത്രമല്ല, അന്ന് എനിക്ക് ചേട്ടൻ്റെ കലിപ്പൻ സ്വഭാവം ഇഷ്ടമായിരുന്നു. ഇച്ചിരി ദേശക്കാരനാണെങ്കിലും മനസ്സിൽ സ്നേഹമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു, സ്നേഹിച്ചു. ഞാൻ ആ സമയത്ത് 10ാം ക്ലാസ് എങ്ങനെയോ പാസ്സായി. തയ്യൽ കടയിൽ ജോലി പഠിക്കാൻ പോകുന്ന കാലമായിരുന്നു. ഇന്നത്തെ പിള്ളേരെ പോലെ ചെറിയ കുട്ടിയായിരുന്നില്ല കേട്ടോ. അന്ന് എനിക്ക് 18-19 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ചേട്ടനെ കാണുന്നതും പ്രണയത്തിലാവുന്നതും കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. കുറച്ച് മാസം ചേട്ടൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു. പിന്നെ പതിയെ ചേട്ടന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരാൻ തുടങ്ങി. എല്ലാത്തിനും ദേഷ്യം. അതും മുൻപത്തെ പോലുള്ള ദേഷ്യമായിരുന്നില്ല, ഭയങ്കര ദേഷ്യം. ചെറിയ കാര്യത്തിന് വരെ ദേഷ്യം. മുൻപൊക്കെ ചേട്ടൻ എന്നോട് ദേഷ്യം കാണിച്ചാലും പിന്നീട് സോറി പറയാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. രാവിലെ എണീക്കും, ഓഫീസിൽ പോകുമ്പോൾ എന്തെങ്കിലും 2 വാക്ക് സംസാരിച്ചാലായി. പിന്നെ വൈകിട്ട് വീട്ടിലോട്ട് വന്നാൽ തന്നെ പലപ്പോഴും ഫോണിൽ സംസാരമായിരിക്കും. പിന്നെ ഭക്ഷണവും കഴിച്ച് ഒറ്റ ഉറക്കം. എന്നോട് എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒന്നുമില്ല. ഇതാണ് കുറേ കാലമായി എൻ്റെ അവസ്ഥ. ചേച്ചി പറഞ്ഞതെല്ലാം കേട്ട് സുധീഷ് ചേച്ചിയുടെ കയ്യിൽ പിടിച്ചതും ചേച്ചി അവനെ ഒന്ന് നോക്കി. ചേച്ചി വിഷമിക്കേണ്ട, ഈ പ്രശ്നം നമുക്ക് ഉടനെ പരിഹരിക്കാം കേട്ടോ. എടാ, പക്ഷേ എങ്ങനെ? ചേച്ചി സംശയത്തോടെ അവനെ നോക്കിയപ്പോൾ അവൻ ചിരിച്ചു. സംസാരം കൊണ്ട് ചേച്ചി. അതെ, നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. പല പ്രശ്നങ്ങൾക്കും പരിഹാരം സംസാരമാണ്. നല്ല വ്യക്തമായും ശക്തമായുമുള്ള സംസാരം. ചേച്ചി സംസാരിക്കുന്നത് ഭർത്താവ് കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുമോ, ഇനി ഭർത്താവിന് ദേഷ്യം തോന്നുമോ എന്നൊക്കെ ചിന്തിച്ച് സംസാരിക്കാൻ മടി കാണിക്കരുത്. നമ്മൾ വെട്ടിത്തുറന്ന് എല്ലാം പറയുക. നമ്മുടെ മനസ്സിലുള്ള കാര്യം അവരെ അറിയിക്കുക. നമ്മുടെ നിലപാട് വ്യക്തമാക്കുക. പിന്നെ എന്തൊക്കെ സംസാരിച്ചിട്ടും ഒരു രീതിയിലും ഒത്തുപോകുന്നില്ല എങ്കിൽ പിന്നെ ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളെ ഒട്ടും പരിഗണിക്കാത്തവർക്ക് വേണ്ടി എന്തിനാ നമ്മുടെ ജീവിതം ത്യാഗം ചെയ്ത് നശിപ്പിക്കുന്നത്? ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവൻ പറഞ്ഞതൊക്കെ കേട്ട് ചേച്ചി കുറച്ചു നേരം മിണ്ടാതിരുന്നു. അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ശരി, ഇനി ചേച്ചിക്ക് ഭർത്താവിനോട് ഈ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ സംസാരിച്ചോളാം കേട്ടോ. അത് കേട്ടതും ചേച്ചിയുടെ കൈ അവൻ്റെ കയ്യിൽ പതിഞ്ഞു. വേണ്ട മോനെ, ഞാൻ തന്നെ സംസാരിച്ചോളാം. എനിക്ക് രണ്ടിലൊന്ന് അറിയണം. എന്തായാലും നിൻ്റെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നീ പറഞ്ഞതാണ് ശരി. ചേച്ചി ഒരു ചിരിയാൽ അവനെ നോക്കി.